എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തന്നെ വമ്പൻ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഫിനാൻഷ്യൽ എക്സ്പേർട്സുകളും പറഞ്ഞുവെക്കുകയാണ്. അപ്പോൾ ഇതിനെ ചുറ്റുപറ്റി ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ 500 രൂപയുടെ നോട്ട് നിരോധിക്കുമെന്ന്. അതിന് തക്കതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള നോട്ട് 2000 രൂപയാണ്. അപ്പോൾ ഈ 2000 രൂപയുടെ പ്രിൻറ്റിങ് റിസർവ് ബാങ്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ അതായത് ഇപ്പോൾ ലിക്വിഡ് ക്യാഷായിട്ട് കുറച്ച് 2000 രൂപയുടെ നോട്ടുകൾ മാത്രമേ നിലവിലുള്ളൂ. അതിൻ്റെ വ്യക്തമായ കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പിന്നീട് വരുന്ന വാല്യൂ കൂടെ നോട്ട് 500 രൂപയുടെ നോട്ടാണ്. അപ്പോൾ പൊടുന്നതിന് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ 500 രൂപയുടെ നോട്ട് നിരോധിക്കാൻ ഒരുങ്ങുന്നത്? അതിന് തക്കതായ കാരണങ്ങളും അവർ ഫിനാൻഷ്യൽ എക്സ്പെർട്സ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വരും മാസങ്ങളിൽ 2-3 മാസം കഴിഞ്ഞാൽ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ, പ്രബലമായ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോകണം. കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം, പിന്നെ ഒരു സ്റ്റേറ്റും കൂടിയുണ്ട്. ഈ 5 പ്രബലമായ സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇന്ത്യയുടെ ഫിനാൻഷ്യൽ വ്യവസ്ഥ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ പോലും കൂട്ടുപിടിച്ച് പാകിസ്ഥാനും അമേരിക്കയും ചൈനയും തുർക്കിയും അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഇവിടെ വലിയ രീതിയിലുള്ള കള്ളപ്പണം ഒഴുക്കും എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ എക്സ്പേർട്സ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 500 രൂപയുടെ നോട്ട് ഇവിടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാലം, അതായത് നമ്മളിപ്പോൾ വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. AI ഒരു സൈഡിലുണ്ട്, എല്ലാ മേഖലയിലും ഹൈലി ക്വാളിറ്റിയിലെ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ അടിച്ചിറക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതായത് കുറച്ച് വർഷം മുന്നേ തന്നെ നമ്മൾ കള്ളനോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉടൻ പിടിക്കപ്പെടും. ഇപ്പോൾ ഇതേ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് തന്നെ പറയുന്നത് ഒരു കോടിക്കണക്കിന് രൂപയുടെ 500 രൂപയുടെ നോട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തുർക്കിയുടെയും അമേരിക്കയുടെയും ഇവരൊക്കെ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ബംഗ്ലാദേശ്, ഇവരൊക്കെ ചേർന്നുള്ള ഒരു ബെൽറ്റ് വലിയ രീതിയിലുള്ള ഈ ഇലക്ഷൻ സമയത്ത് കോടികൾ ഇവിടെ ഇറക്കാനാണ് പരിപാടി. അതിന് വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി മെഷീൻസും മെഷീനറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ എല്ലാ സാധനവും പാകിസ്ഥാൻ നോട്ടുകൾ അടിച്ചിട്ട് ബംഗ്ലാദേശ് വഴി, നേപ്പാൾ വഴി ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് അവർ ഒരു പരിപാടി. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ധാരണ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിരുന്നു. മുമ്പ് നമുക്കറിയാം കേരളത്തിൽ തന്നെ പാകിസ്ഥാനെ ഒരു ഷിപ്പ് ഫുൾ പാകിസ്ഥാനിൽ അടിച്ച നോട്ടുകൾ ഇവിടെ വന്നിട്ട് ആ കേസ് എങ്ങും എത്തിയില്ല. ഇവിടെ ആലുവയിലോ കേരളത്തിലെ ഏതോ സ്ഥലത്ത് ഇത് വന്നിരുന്നു അതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം മുമ്പുണ്ടായിരുന്നു, പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് വരുന്നൊരവസ്ഥ. പക്ഷേ ഇന്ന് പാകിസ്ഥാനെ നേരിട്ട് അങ്ങ് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. സമസ്ത മേഖലയിലും സെക്യൂരിറ്റിപരമായ ആ ഓരോ ഏരിയയിലും ഇന്ത്യ പിടിമുറുക്കിയിരിക്കുകയാണ്. പിന്നീട് സാധിക്കുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വഴിയും നേപ്പാൾ വഴിയൊക്കെ കൊണ്ടുവരാം. അതായത് ബംഗ്ലാദേശിലെ ആൾക്കാർ നമുക്കറിയാം, ബംഗ്ലാദേശ് ബോർഡർ നമ്മൾ ഇപ്പോഴും ഈ ഫെൻസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ രാവിലെ കുറേ ആൾക്കാർ പശു മേയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് രാവിലെ ഇങ്ങോട്ട് വരും, വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ബോർഡറാണ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ. അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തിട്ട് വലിയ രീതിയിലുള്ള ക്യാഷുകൾ, അതായത് പാകിസ്ഥാൻ അടിച്ച നോട്ടുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ പദ്ധതിയിടുന്നത്. അപ്പോൾ അതിനെ അവർ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളാണ്. ഈ മാൾഡ പോലുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ വലിയൊരു നെറ്റ്വർക്ക്, ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. അതായത് ഈ ബംഗ്ലാദേശിൽ വന്ന ആൾക്കാർക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട് അടക്കം എടുത്തു കൊടുക്കുന്ന വലിയൊരു സിൻഡിക്കേറ്റ് ഈ മാൾഡയിലും ബംഗാളിലൊക്കെ, ഇപ്പോൾ ബംഗാളിൻ്റെ ബംഗ്ലാദേശ് ബോർഡറിലെ ജില്ലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബംഗാൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സിറ്റ് പോളുകളും, അതായത് ബംഗാളിൽ മൊത്തത്തിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും, 100% ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ആംബിയൻസ് അവിടെ വന്നു കഴിഞ്ഞു. BJP അവിടെ ഏകദേശം 200 സീറ്റിനടുത്ത് പോലും വിജയിക്കുന്നില്ല ഒരു ഘട്ടമാണ് അപ്പോൾ ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാ ഇതും, അതായത് ഇപ്പം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയാണ്. ആ ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ചത് ബംഗ്ലാദേശും നേപ്പാൾ വഴിയും വരികയാണെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റം തന്നെ ഉപയോഗിക്കാൻ ഇവർ തയ്യാറാണ്, റെഡിയാണ്. അത്തരത്തിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് കിട്ടി എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ 500 രൂപയുടെ നോട്ട് നിരോധിക്കാൻ ഒരുങ്ങുന്നത്. ഇത് എക്സ്പേർട്സുകൾക്ക് ഓൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് അവർ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുണ്ട്. ഓൾറെഡി ചില അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ വീണ്ടും ഈ കള്ളനോട്ടടി തുടങ്ങുവാൻ പോകുന്നു എന്ന തരത്തിൽ. അതായത് ഇന്ത്യയുടെ ആ ഒരു വളർച്ച തടയാൻ വേണ്ടി അമേരിക്ക മാക്സിമം ട്രൈ ചെയ്ത് വെച്ചാൽ ഈ താരിഫൊക്കെ 25%, 50% താരിഫൊക്കെ അടിച്ചു നോക്കി. പക്ഷേ ഇന്ത്യ ഒരു തരത്തിലും തളർന്നില്ലെന്ന് വെച്ചാൽ ഇന്ത്യ മറ്റു വഴികളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഓവർകം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അതായത് നമ്മൾ താരിഫ് ഏർപ്പെടുത്തിയപ്പോഴും നരേന്ദ്രമോദി, നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തത്? അതായത് നമ്മൾ GST പരിഷ്കരിച്ചു. GSTയിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുറേ, അതായത് പൈസ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഈ GST പരിഷ്കരിച്ചപ്പോൾ ഒരുപാട് പുതിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ തന്നെ വന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ഓരോ കാര്യങ്ങൾ അതത് സമയത്ത് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
നമ്മുടെ അയോധ്യ ക്ഷേത്രം എന്ന് എങ്ങനെയായിരുന്നു ഇപ്പോൾ അവിടെ വരുന്ന വരുമാനം എന്താണ്? സ്റ്റാച്യു യൂണിറ്റ് ഗുജറാത്തിലെ. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന കാര്യം കാക്കയ്ക്ക് തൂറാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കി എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് 3000 കോടി സ്പെൻഡ് ചെയ്തിട്ട് ആ പ്രതിമ സ്റ്റാച്യു ഉണ്ടാക്കിയെങ്കിലും ഡൊമസ്റ്റിക് മാർക്കറ്റ് എത്രത്തോളം അത് ഫ്ലറിഷ് ചെയ്തു എന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് രാമക്ഷേത്രം വന്നപ്പോഴും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യക്കാർ സ്പെൻഡ് ചെയ്യുന്നത്, ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന, ഇവിടെ തന്നെ പല പല കാര്യങ്ങൾ വരുന്നു, വലിയ വികസനം വരികയാണ്. അത് കോടിക്കണക്കിന് വരുമാനമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, UP സർക്കാരിനും ഇന്ത്യൻ സർക്കാരിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ സമയത്തും കാലാനുസൃതമായി, അതായത് നമ്മൾ സാമ്പത്തികരമായി എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ ഗവൺമെൻറ് തക്കതായ ഒരു നടപടി സ്വീകരിച്ച് അതിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഈ ട്രംപിൻ്റെ താരിഫൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമസി ഉപയോഗിച്ചിട്ട്, ആ ബന്ധം ഉപയോഗിച്ചിട്ട് പല പല കാര്യങ്ങളും അങ്ങോട്ട് കയറ്റി അയക്കാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല പല ആൾക്കാരും ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അതിനെ ഓവർകം ചെയ്തു. അത് ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വഴിയിലൂടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഇലക്ഷൻ സമയത്ത് ഈ ഒരു പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പല മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഇവർ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും അത് നടന്നില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ, അവരുടെ ഒരു അവസാനത്തെ ഒരു അവസരം എന്ന രീതിയിലാണ് ഈ ഇലക്ഷൻ അവർ കാണുന്നത്. അപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ സമയത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇലക്ഷൻ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത്തരം ഇതിലായിരിക്കും. സെക്യൂരിറ്റി വിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിലും കൂടുതലും ഈ ഇലക്ഷൻ ആക്ടിവിറ്റീസിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ സമയത്ത് ഈ പാകിസ്ഥാനിൽ നിന്ന് നോട്ടുകൾ അടിച്ചിട്ട് ബംഗ്ലാദേശിലും നേപ്പാളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് പല പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ബംഗാളിലേക്ക് എത്തിക്കുക, അവിടുന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ, പിന്നെ ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഓരോ സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അതിനധികം എഫേർട്ട് അവരെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്സിന് നേരത്തെ പറഞ്ഞ മാതിരി ഹൈ എൻഡ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, അതായത് നമ്മളെ ചില മെഷീൻസ്, അത് നോട്ടിടുന്ന മെഷീൻസിന് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈ ക്വാളിറ്റി നോട്ടുകളായിരിക്കും ഇനി അടിച്ചിറക്കാൻ പോകുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, നമുക്ക് നേരത്തെ പിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കി. അതിന് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, ചൈനയുടെ സപ്പോർട്ടുണ്ട്, തുർക്കിയുടെ സപ്പോർട്ടുണ്ട്, എല്ലാ തരത്തിലും അവർക്ക് സപ്പോർട്ടുണ്ട് ഇന്ത്യ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ 500 നോട്ട് നിരോധിക്കും എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്സുകളൊക്കെ പറയുന്നത് അത് ഉടൻ തന്നെ, അത് പെട്ടെന്ന് ചിലപ്പോൾ ഈ ഇലക്ഷന് തൊട്ടുമുന്നേ, ഈ ഇലക്ഷൻ ഇത് പ്രോട്ടോകോൾ വരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഇത് പ്രഖ്യാപിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇമ്പാക്റ്റ് ഉള്ളൊരു സാധനമാണ്. അതായത് നമ്മൾ ഇലക്ഷൻ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലുണ്ട്, നോർത്തിലുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്, എല്ലാ മേഖലയിലും ഇലക്ഷൻ നടക്കുന്ന ഒരു ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ പ്രോട്ടോകോൾ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്താനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ്, 500 നോട്ട് ഇപ്പം എന്താ പറയുക, വലിയ രീതിയിൽ ഇപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതായത് ചൈനയെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ആ ഒരു സവിശേഷ സാഹചര്യത്തിലും നോട്ടിൻ്റെ ഫ്ലോ ഇപ്പോഴും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ബംഗ്ലാദേശും അടങ്ങുന്ന ആ വലിയൊരു ബെൽറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ പക്കൽ അതിനെ തടയിടാനുള്ള വ്യക്തമായ സൊല്യൂഷൻ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എക്സ്പേർട്സ് പറയുന്നത്. സർക്കാർ ഈ നോട്ട് നിരോധനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.